അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്നത് വിലങ്ങുകളാണ്, ചങ്ങലകളാണ്, കത്തിയാടുന്ന നരകജ്വാലയാണ്. അതിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ തഖ്വയോടെ ജീവിക്കണം, ഈമാനോടെ ജീവിക്കണം, അല്ലാഹുവിനെ അറിയുന്ന യഥാർത്ഥ അടിമകളായി മാറണം. ഈ ദുനിയാവ് നൈമിഷികമാണ്, ഇത് താൽക്കാലികമാണ്. നരകത്തെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് കാവൽ ചോദിക്കണമെങ്കിൽ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനോട് തേടണമെങ്കിൽ നമുക്ക് ഖുർആനിന്റെ ആശയം അറിയണ്ടേ സഹോദരന്മാരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്, ഈ ലോകം നൈമിഷികമാണ്, ഈ ലോകം താൽക്കാലികമാണ്. ഈ നൈമിഷികമായ ലോകത്തെ നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഈ ദുനിയാവ് താൽക്കാലികമാണ്. ഇതിനെ ഇഷ്ടം വെച്ചുകൊണ്ട് താൽക്കാലികത പ്രേമിച്ചുകൊണ്ട് ഒരാൾ പോയാൽ ഈ ദുനിയ അഖല്ലു മിനൽ ഖലീലി ലഹ്മത്തുൻ ഔ ലഹമാ يعشق هذه الدنيا ولا يلتفت إلى الله سبحانه وتعالى ولا يلتفت إلى ما أمر الله سبحانه وتعالى وإلى ما علمنا النبي صلى الله عليه وسلم وهو أذل من الذليل. അല്ലാഹുവിന്റെ കൽപ്പനകളെയും തിരുനബിയുടെ കൽപ്പനകളെയും അറിയാതെ ഒരാൾ ജീവിച്ചാലും നിന്നിനാണ്, അവൻ പരാജിതനാണ്. അതുകൊണ്ട് ഈ ദുനിയാവ് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾ വരുന്നില്ലേ നിത്യേന 17 പ്രാവശ്യം എന്താണ് അല്ലാഹുവേ നിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണ്. മാലികി യൗമിദ്ദീൻ, അല്ലാഹുവേ നീ അന്ത്യനാളിന്റെ ഉടമസ്ഥനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് അടിസ്ഥാനപരമായി സഹായം തേടുന്നത്. അതുകൊണ്ട് നിന്റെ സഹായമല്ലാതെ ലോകത്തൊരു സഹായവുമില്ല. ആര് നൽകുന്ന സഹായവും നിന്റെ സഹായത്തിന്റെ ഭാഗമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നാളത്തെ വീടിന് വേണ്ടി നിങ്ങൾ അമൽ ചെയ്തുകൊള്ളൂ. നാളത്തെ വീടുകളാണ് ഹിയ ജന്നത്തുൻ ത്വാബത് വ ത്വാബ നഈമുഹാ വ നഈമുഹാ ബാഖിൻ വ ലൈസ ബിഫാനി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്തവർക്കാണ് സ്വർഗ്ഗത്തിലെ ഉയർന്ന കവാടമുള്ളത്. നോമ്പുകാരായ ആളുകൾക്ക് ഒരു കവാടമുണ്ട്, അർ-റയ്യാൻ എന്നാണ് കവാടത്തിന്റെ പേര്. എന്നിട്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുകയാണ്, വലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ ജംഅൻ ഇദാ വാഫാ ജലൽ ഈമാനി മിൻഹും അബൂബക്കർ ഹുവ الصديق كخليفة المبعوث بالقرآن. ചില ആളുകൾ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നതാണ്. അങ്ങനെ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നവരുടെ നേതാവാണ് ഖലീഫത്തു റസൂലുള്ളാഹ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ തഖ്വയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാഹുവിനെ ചിന്തിക്കുക, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ മോനെ മുആദ്, ഓരോ നിസ്കാരത്തിന് ശേഷവും അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം മുടങ്ങാതെ ചൊല്ലണേ, അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി തഅതിക എന്ന് ഓരോ നിസ്കാരം കഴിഞ്ഞും ചൊല്ലണമെന്ന ദിക്ർ പഠിപ്പിച്ചു തന്നതാരാണ്? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു അല്ലാഹു യാ റബ്ബി യാ അല്ലാഹ്, അല്ലാഹു യാ റബ്ബി യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. أرجو رضاك يا الله، أنت الرحيم يا الله، هبني عطاك يا الله، أنت الكريم منك العطاء يا الله، أنت العظيم يا الله، فيك الرجاء يا الله، أنت الحليم الرحمن الستار ملك الملك الغفار الوهاب المنان المتعال. الرحمن الستار ملك الملك الغفار الوهاب المنان المتعال. الله الله يا ربي يا الله، الله يا ربي يا الله. لك يا إلهي وجهاتي في الحزن أو في الفرحة، ما ثم لي في شدتي إلا كإن جرى الزمان. تعطي النوال وتكرم وبرغم ذنبي ترحم، ولك الثناء الأعظم يا واهب المنن. ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച ആളുകൾക്കെല്ലാം ഒന്നാമത്തരം ബർക്കത്തിലും അയാത്തിന് ഒന്നാമത്തരം വീട്ടിത്തരുന്നു. ഒന്നാമത്തെ ബർക്കത്തിലായി ജീവിക്കും, ബർക്കത്തിലായി ജീവിക്കാനുള്ള ഉപയോഗിക്കും. أولادنا عن الإيمان بالله وحده وعن الرسول صلى الله عليه وسلم وعن سائر الأمور الاعتقادية، وهم يعلمون أن هذا هو الإسلام. إذا عرفناهم في البيت قليلا، ثم إذا أرسلنا إلى المدرسة وهم يتعلمون ويتدربون عليه، ولا إرهابي ولا أحد. الحمد لله على نعمة رب العالمين. ഇതെല്ലാം ഉണ്ടായതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ഭീകരവാദവും തീവ്രവാദവും ഇല്ലാതെ ആയത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതാണ് സത്യം. ഈ ദീനിയായ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ നന്നായി പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെ ആക്രമിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ പാടില്ല, ബുദ്ധനെയും ജൈനനെയും ക്രിസ്ത്യാനിയെയും എന്നല്ല ഒരു മതക്കാരനെയും മതമില്ലാത്തവരെയും ആക്രമിക്കാൻ പാടില്ല എന്ന് നാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മതമൈത്രിയും സന്തോഷവും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയാണ്. അതോടൊപ്പം അല്ലാഹു തആല ഒരുവനാണ്, അവന് പങ്കുകാരില്ല. അല്ലാഹു സമദ്, അല്ലാഹു യഹ്താജു ഇലൈഹി കുല്ലു ശൈ വലാ യഹ്താജു ഇലാ അഹദ്. അല്ലാഹുവിലേക്ക് എല്ലാ വസ്തുക്കളും ആശ്രയിച്ചു കൊണ്ടിരിക്കും, അല്ലാഹു മറ്റൊന്നിലേക്ക് ആശ്രയിക്കുകയില്ല. ലം യലിദ് വലം യൂലദ് وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. توفنا المسلمين والحقنا بالصالحين وفي مساعدتهم للمدرسة الدينية ولجميع أمورهم يا أرحم الراحمين. اللهم اغفر لنا ولوالدينا ولوالديهم وما بيننا وبينهم فإن الله يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه. السيد جمال وساري وأخذ العودة.
أجزله الثواب في الدارين. ألقيت في القلب الآمان وزرعت في الأم الحنان وحفظتنا طول الزمان وهديتنا سبل الجنان. لك كل حمد في الورى عد الرمال وأكثارا ما لاح بدر أو سارا دوما على مر الزمان. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله. أرجو رضاك يا أنت الرحيم هبني عطاك يا أنت الكريم منك العطاء يا أنت العظيم فيك الرجاء يا أنت الحليم. الرحمن الستار ملك الملك الغفار الوهاب المنان المتعال. الرحمن الستار ملك الملك الغفار الوهاب المنان المتعال. الله الله يا ربي يا الله الله يا ربي يا الله يا غافر الذنب العظيم يا فارج الكرب العميم يا خالقي أنت الرحيم ارحم بفضلك ذلتي. في كل آن نعمة لك في العباد ومنات وبكل شيء آيات دلت عليك بحكمتي. رحماك يا رب العباد ورضاك قصدي والمراد يا عدتي يوم المعاد اقبل إلهي توبتي. بهداك قد نلت أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار وتوفنا مع الأبرار. صدق الله العظيم. اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمعلمينا ولجميع المؤمنين برحمتك يا ارحم الراحمين. السلام عليكم. لكم مني تحية الإسلام. السلام عليكم ورحمة الله وبركاته. أيها الأعزاء أيها الإخوة، نحن اليوم متأثرون جدا. نحن في فرح شديد وبحضور هذه الشيوخ هذه الضيوف الكرام الذين قدموا إلينا من دولة الكويت حفظهم الله ورعاهم بوافر الصحة والعافية. لدينا كبار من الشخصيات here with you this lovely morning, especially it's a great occasion as we have a lot of dignitaries, especially our honorable guests from Kuwait. They visited our school. It is a very happy moment for us to receive them, to introduce our this institution. It's a part of the inauguration of a madrasa which was made by them, especially Sa'adat al-Sheikh Jamal Bishari Fahri Nawdar. Under his the madrasa was built, so according to the based on that we have
received them. There was a program, inauguration program over there. Anyhow, we are very happy to invite them. We are very pleasure. It's our great pleasure to welcome our honorable guests. والصلاة والسلام على رسول الله. ضيوفنا الكرام وعلماءنا الأجلاء وطلبة الأحبة، نحن مسرورون جدا باستقبال هذه الضيوف الكرام الذين قدموا إلينا من دولة الكويت إلى هذه المدرسة. إن هذه المدرسة قد صرت قبل 20 سنة تحت لجنة المقر العرفة إسلام. يقوم هذه اللجنة بنشاطات في مجال الدعوة الإسلامية كالمساجد والمدارس، النشاط الخيرية، من أعضاء هذه المدرسة دينية المدرسة الإنجليزية. 20 വർഷം മുമ്പ് ആരംഭിച്ച ഈ പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് ഇങ്ങനെ സുന്ദര